ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പാർട്ട് 4 നാലാമത്തെ വീഡിയോ ആണ്. അതിൽ 8 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം? ചാപ്റ്റർ 24 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, ഒരുപാട് പാരമ്പര്യ മൂല്യങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമാണല്ലേ നമ്മുടെ ഇന്ത്യ. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയതയാണ്. പാരമ്പര്യ ഇന്ത്യൻ സമൂഹം ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ പണ്ട് കാലം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ആത്മീയതയ്ക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു സമൂഹമാണ്. അതുപോലെ നമ്മൾ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ഒന്നാമത്തേത് ആത്മീയതയിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ രണ്ടാമത് വന്നു ചേർന്ന പദവിയാണ്. അതായത് ജന്മനാ ലഭിക്കുന്ന പദവിയിലാണ് നമുക്ക് കൂടുതലായും ജനങ്ങൾക്ക് താല്പര്യം. കർമ്മത്തിലും ആശ്രമ വ്യവസ്ഥയിലും ജനങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കുന്നു. ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മഫലം പുനർജന്മത്തിൽ അനുഭവിക്കുന്നതായി നമ്മൾ കരുതുന്നു. ഈ ആചാരങ്ങളിലെല്ലാം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പണ്ടത്തെക്കാലം വന്നിട്ടുണ്ട്. അതുപോലെ മതേതരത്വവും സംസ്കാരവും കലയും ഒക്കെ വളരെയധികം പുരോഗതി പ്രാപിച്ചൊരു രാജ്യമാണ് ഇന്ത്യ. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ സാംസ്കാരിക പാരമ്പര്യങ്ങളുണ്ട്. ഇത് വളർത്തിക്കൊണ്ടുവരുന്നതിന് ഓരോ സംസ്ഥാനങ്ങളും ശ്രമിക്കുന്നുമുണ്ട്. ഇതെല്ലാമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ എഴുതാനായിട്ടുള്ള. നൊബേൽ സമ്മാനം ലഭിച്ചത് നൊബേൽ സമ്മാനം മുതൽ ബുക്കർ സമ്മാനം വരെ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സവിശേഷതകളാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിനായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എഴുതാനുള്ളത് ആദ്യം മുതൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യം, അതുമുതൽ പിന്നെ ഇങ്ങോട്ട് നമ്മൾക്ക് വന്നിട്ടുള്ള പുരോഗതി, മതേതരത്വത്തിലും അതുപോലെ ലോകത്തിൻ്റെ നെറുകയിലെത്തുന്നതിൽ വന്നിട്ടുള്ള ആ വ്യത്യാസങ്ങളും എല്ലാം ചേർത്താണ് അത് എഴുതാനുള്ളത്. ചാപ്റ്റർ 24 ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ചൈൽഡ് ലേബേഴ്സ്? ചൈൽഡ് ലേബർ നമുക്കറിയാം, ബാലവേലക്കാർ അല്ലേ, കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന, അങ്ങനെ ബാലവേല ചെയ്യുന്നവർ അനുഭവിക്കുന്ന പ്രോബ്ലംസ്. അത് ചാപ്റ്റർ 31 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ബാലവേല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ 5 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ളതും ചെറിയ തോതിൽ വരുമാനമൊക്കെ നേടുന്നവരെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാലവേലക്കാരിൽ ഭൂരിഭാഗവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, സ്കൂളിൽ പോകാൻ കഴിയാത്തവരുമാണ്. ഇവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? രാപ്പകലില്ലാതെ പണിയെടുപ്പിക്കുന്നു. തൊഴിലുടമകളുടെ ചൂഷണമാണ് ഇവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. 1986 ബാലവേല നിരോധന നിയമം അനുസരിച്ച് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പാടില്ലെന്നാണ്? രാത്രി 7 മണിക്ക് ശേഷവും അതുപോലെ രാവിലെ 8 മണിക്ക് മുൻപ് പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇത്തരം ബാലവേല ചെയ്യുന്ന കുട്ടികളെ 6 മണിക്കൂറിൽ കൂടുതൽ പണിയെടുപ്പിക്കാൻ പാടില്ല. ബാലവേല ചെയ്യുന്നവർ പ്രധാനമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ദാരിദ്ര്യം കൊണ്ടും സ്കൂളിൽ പോകാൻ കഴിയാത്തത് കൊണ്ടും അങ്ങനെയുള്ള നിരക്ഷരത കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബാലവേല ചെയ്യേണ്ടി വരുന്നത് തന്നെ. പിന്നെ ഏറ്റവും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് തൊഴിലുടമകളുടെ ചൂഷണവുമാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സാമൂഹ്യശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യത്യാസം എഴുതാനാണ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശശാസ്ത്രം. നമുക്കറിയാം, മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ നരവംശശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ. അതായത് മാനവരാശിയുടെ വികാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും നല്ല വശങ്ങളെക്കുറിച്ചും അങ്ങനെ ശാരീരിക വികാസം സംബന്ധിച്ച എല്ലാ പ്രത്യേകതകളും മനുഷ്യൻ്റെ വർഗം എല്ലാ കാര്യങ്ങളും ഏതിൽ പഠിക്കുന്നു? നമ്മൾ ആന്ത്രോപോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ചുള്ള പഠനവുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തെക്കുറിച്ചുള്ള ഒന്നായിട്ടുള്ള പഠനമാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ മതം, കല, വ്യവസായം, പ്രശ്നങ്ങൾ, നിയമപരവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങൾ, കുടുംബം, സംഘടന, ഇതെല്ലാം പഠനവിധേയമാക്കുന്നു. അതുപോലെ നരവംശശാസ്ത്രം എന്ന് പറയുന്നത് ചെറിയ സുസ്ഥിര സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ബൃഹത്തായ ഒരു ചലനാത്മക നാഗരികതയെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹികമായ ഇടപെടലുകളെക്കുറിച്ച് പഠിക്കുന്നു.
നരവംശശാസ്ത്രവും സമൂഹശാസ്ത്രവും രണ്ടും എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ശാസ്ത്രങ്ങളാണ്. അതിപുരാതന കാലഘട്ടത്തിൽ മനുഷ്യനും അവൻ്റെ സംസ്കാരവും എങ്ങനെ വികസിച്ചു എന്ന് നരവംശശാസ്ത്രം പറയുമ്പോൾ, സമൂഹശാസ്ത്രത്തിൽ പഠന വിഷയമാക്കുന്നത് എന്താണ്? വർത്തമാനകാലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ സമയത്ത് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് സമൂഹശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് ചാപ്റ്റർ 3 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധവും വ്യത്യാസവും ചോദിക്കാം. സൈക്കോളജിയുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു എന്നും ഡിഫറൻഷിയേറ്റ് ആയിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അതൊന്ന് പഠിച്ചേക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ് ആക്ട്. അത് ചാപ്റ്റർ 12 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മുസ്ലിം സമുദായത്തിലെ ചില വിവാഹ രീതികളെക്കുറിച്ച്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഹൈന്ദവ വിവാഹത്തിൻ്റെ പരമ്പരാഗത രീതികൾ. അതിൽ പ്രധാനമായിട്ടും എത്ര എണ്ണമാണുള്ളത്? 8 രീതികളാണുള്ളത്. അത് ഏതൊക്കെയാണ്? ബ്രഹ്മവിവാഹമുണ്ട്, അതുപോലെ 2ാമത്തെ ദൈവവിവാഹം, 3 ആർഷവിവാഹം, 4 പ്രജാപത്യ വിവാഹം, 5 അസുര വിവാഹം, 6 ഗാന്ധർവ വിവാഹം, 7 രാക്ഷസ വിവാഹം, 8 പൈശാചിക വിവാഹം. ഇങ്ങനെ 8 തരത്തിലുള്ള വിവാഹ രീതികളാണ് ഹൈന്ദവ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ വിവാഹത്തിന് സ്മൃതികൾ 8 രീതികൾ നിർദ്ദേശിക്കുന്നവയാണ് ഇവ. ഇത് നന്നായിട്ട് പഠിച്ചേക്കുക. ചാപ്റ്റർ 12 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ റൂറൽ സൊസൈറ്റി. അതുപോലെ തന്നെ പോയിൻ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി എന്നും ചോദിക്കാം. എന്താണ് ഗ്രാമസമൂഹത്തെക്കുറിച്ച് എഴുതാൻ ചാപ്റ്റർ 26 നിന്നുള്ള ക്വസ്റ്റ്യനാണത്. നമുക്കറിയാം, ഗ്രാമസമൂഹം അല്ലേ, കൃഷിയിടങ്ങളിലോ ചെറിയ കുടിലുകളിലോ ഗ്രാമങ്ങളിലോ ഒക്കെ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഗ്രാമസമൂഹങ്ങൾ എന്ന് പറയുന്നത്. ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് താമസിക്കുന്നത്. ഇതിനൊരുപാട് സവിശേഷതകളും ഉണ്ടായിരിക്കും. പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം അല്ലേ, അതായത് പ്രാഥമിക സമൂഹങ്ങൾ അവർ ഒന്നാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ബന്ധങ്ങൾ ഏറ്റവും ദൃഢമായതാണ്. അതാണ് പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം. ഏകജാതീയത, തങ്ങൾ ഒന്നാണെന്നുള്ള ചിന്ത, സ്വയം പര്യാപ്തത, പിന്നെന്താണ് തൊഴിലുകൾ. ഇതൊക്കെ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളാണ്, ഗ്രാമസമൂഹത്തിൻ്റെ. പിന്നെ കുടുംബത്തിൻ്റെ പ്രാധാന്യം, അയൽപക്കങ്ങളുടെ പങ്ക്. നമുക്ക് ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് അയൽപക്കക്കാരുടെ പങ്ക്, അവരുമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ചാണല്ലോ, എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചിടപഴകുന്നതിനെക്കുറിച്ച്. അതുപോലെ യജമാന സമ്പ്രദായം ഏറ്റവും വലിയ സവിശേഷതയാണ് ഗ്രാമത്തിലെ യജമാന സമ്പ്രദായം എന്ന് പറയുന്നത്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് യജമാന സമ്പ്രദായം. അതുപോലെ മതപ്രതിപത്തി, ഗ്രാമസമൂഹങ്ങളിൽ നമ്മൾ പറഞ്ഞു കൃഷിയായിരിക്കും പ്രധാന തൊഴിലെന്ന് നമുക്കറിയാം. അപ്പോൾ കൃഷി പ്രകൃതിയെ ആശ്രയിച്ചാണ് പ്രധാനമായും നിലകൊള്ളുന്നത്. അപ്പോൾ പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ ഗ്രാമീണ ജനതയുടെ ഒരു പ്രത്യേകതയാണ്. അതാണ് പ്രതിപത്തി എന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഏത് ചോദിച്ചാൽ എഴുതണം? റൂറൽ സൊസൈറ്റിയെയും റൂറൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ചോദിച്ചാനായിട്ട് എഴുതാനുള്ളതാണ്. ചാപ്റ്റർ 26 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ മാക്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ വികാസത്തിൽ കാൾ മാക്സിൻ്റെ സംഭാവനകൾ എന്തെല്ലാം? ചാപ്റ്റർ 2 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ അതിൽ ചോദിക്കുന്നത് ഹെർബർട്ട് സ്പെൻസർ സോഷ്യോളജിക്ക് നൽകിയ സംഭാവനകൾ ചോദിക്കാം. അതുപോലെ തന്നെ മറ്റു പല സോഷ്യോളജിസ്റ്റ് വേറെയുണ്ട്, എമിലി ഡർക്കിം, മാക്സ് വെബർ, ഏത് വേണോ ചോദിക്കാം. പിന്നെ അഗസ്റ്റ്യ കോംറ്റയുടെ പ്രധാനപ്പെട്ട തത്വങ്ങൾ, അത് പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം 2ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. അപ്പോൾ ജർമ്മൻകാരനായ കാൾ മാക്സ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പിതാവാണെന്ന് നമുക്കറിയാം അല്ലേ. സാമൂഹ്യ പ്രവർത്തകനും തത്വചിന്തകനും ഒക്കെ ആയ മാക്സിൻ്റെ ചിന്തകളുടെ പരിണിത ഫലമാണ് ഒരുപാട് രാജ്യങ്ങളിൽ പിന്നീട് സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെ മുന്നേറ്റങ്ങളെന്ന് തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്, മൂലധനം, അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദ ഹോളി ഫാമിലി, ദ പവർ ഓഫ് ഫിലോസഫി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ. അത് നമുക്ക് എന്തിനുള്ള പ്രചോദനം നൽകുന്നതാണ്? മനുഷ്യൻ്റെ
ചിന്താപരമായ വികാസങ്ങൾക്കൊക്കെ പ്രയോജനം നൽകുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നവയാണ്. ഇതെല്ലാം കൂടി ചേർത്താണ് സോഷ്യോളജിയുടെ വികാസത്തിൽ കാൾ മാക്സിൻ്റെ സംഭാവനകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. ചാപ്റ്റർ 2 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോപ്പറേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിറക്റ്റ് കോപ്പറേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോപ്പറേഷൻ. അത് 10ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം സഹകരണം എന്നാൽ എന്താണ്? സമൂഹപരവും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രക്രിയയൊക്കെയാണല്ലേ. സഹകരണമില്ലാതെ നമുക്ക് വ്യക്തികൾക്ക് ജീവിക്കാൻ കഴിയില്ല. വ്യക്തികളോ സംഘങ്ങളോ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെയാണ് നമ്മൾ സഹകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ 10 അത് വിശദമായിട്ട് തരുന്നുണ്ട്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേഷൻ, അതും അതിൽ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. പിന്നെന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിറക്റ്റ് കോപ്പറേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോപ്പറേഷൻ, പ്രത്യക്ഷ സഹകരണവും പരോക്ഷ സഹകരണവും. അംഗങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിലുള്ളതാണ് സഹകരണ പ്രത്യക്ഷ. നമ്മൾ നേരിട്ടുള്ള പ്രത്യക്ഷ സഹകരണം, നേരിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെയുള്ളതാണ്. അതിനെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് പ്രത്യക്ഷ സഹകരണമാണ് കൃഷി ചെയ്യുന്നത്, പല ആളുകൾ ചേർന്ന് ഒരു കല്ലുരുട്ടി മാറ്റുന്നത്, അതുപോലെ പരസ്പരം നേരിട്ടുള്ള ഇടപെടൽ എല്ലാം വരുന്നത് ഏതിലാണ്? പ്രത്യക്ഷ സഹകരണത്തിലാണ്. അതേസമയം പൊതുവായ ഒരു ലക്ഷ്യം നേടുവാനായി വ്യക്തികൾ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് കോപ്പറേഷൻ എന്ന് പറയാം. അതിൽ നേരിട്ട് ഉള്ള ഇടപെടൽ ഒരിക്കലും നടക്കുന്നില്ല. അതേസമയം നമ്മൾ നേരിട്ട് പ്രത്യക്ഷ സഹകരണത്തിലാണെങ്കിൽ നേരിട്ട് മുഖാമുഖം കണ്ടുള്ള ഒരു സഹകരണമാണ്. ഇൻഡയറക്റ്റിൽ അല്ലെങ്കിൽ പരോക്ഷ സഹകരണത്തിൽ വരുന്നത് പൊതുവായ ലക്ഷ്യം നേടുവാനായി വ്യക്തികൾ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പാർട്ട് 4 വീഡിയോയിൽ 8 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത പാർട്ട് 5 വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം.